സ്റ്റുഡൻസ് നിങ്ങളുടെ SSLC +2 NIOSൻ്റെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻസ് വഴി സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ നമ്മുടെ +2 ആണെങ്കിലും SSLC ആണെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ ഹോം പേജ്, ഫസ്റ്റ് കാണുന്ന ഹോം പേജ് തൊട്ട് താഴെയാണ് നമ്മുടെ ക്ലാസ് റൂമിൽ എൻ്റർ ആവുന്നത്. ഫസ്റ്റ് കാണുന്ന ഹോം പേജ് സെലക്ട് ചെയ്യുക. ആ ഹോം പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കാഡമിയുടെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ്, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് കാണുന്ന NIOS ID കാർഡ് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ 3 സ്റ്റെപ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കാണുന്നത് കളക്ട് യുവർ റെഫറൻസ് നമ്പർ ബിലോ. താഴെ കാണുന്ന നിങ്ങളുടെ 2026 ഒക്ടോബർ ബാച്ച് സ്റ്റുഡൻസ് ആണ്. നിങ്ങളുടെ എക്സാം എപ്പോഴാണോ അത് നോക്കിയിട്ട് തൊട്ട് താഴെയുള്ള റെഫറൻസ് നമ്പർ അതല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ ഇവിടെ നിങ്ങൾ കാണാം. അത് നിങ്ങൾ കോപ്പി ചെയ്യുക. ഓക്കെ, റെഫറൻസ് നമ്പർ ഓർ എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾ കോപ്പി ചെയ്തതിൻ്റെ ശേഷം ഇവിടെ വന്ന് ഫസ്റ്റ് ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ റെഫറൻസ് നമ്പർ അതല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ ഇത് ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നേരത്തെ കോപ്പി ചെയ്തത് തൊട്ട് താഴെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്തതിൻ്റെ ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ സ്കിപ്പ് അടിക്കുക. ഇതായിരിക്കും നിങ്ങളുടെ ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നു. ഒന്നും കൂടെ ബാക്കിലോട്ട് വരിക. ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന തൊട്ടു താഴെ ആഫ്റ്റർ ലോഗിൻ ക്ലോസ് ദാറ്റ് പേജ്. നമ്മൾ ഈ ലോഗിൻ ചെയ്തതിൻ്റെ ശേഷം ആ പേജ് ക്ലോസ് ചെയ്യുക. അതിൻ്റെ ശേഷം തൊട്ടു താഴെയുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ID കാർഡ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ ID കാർഡ് ഇവിടെ വരുന്നതാണ്. തൊട്ടു താഴെ പ്രിൻ്റ് എന്നുള്ള ഈ ഒരു ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിനനുസരിച്ച് താഴെയോ റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കാണാം. ഇവിടെ നിങ്ങൾ ഈ ഒരു സേവ് ആസ് PDF എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ഈ PDF എന്നുള്ളതോ അതല്ലെങ്കിൽ സേവ് എന്നുള്ളതോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിലോട്ട് അവിടെ നിങ്ങൾക്ക് നെയിം കൊടുത്തിട്ട് നിങ്ങൾക്കിത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫയൽ മാനേജറിൽ അത് സേവ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് എടുത്ത ID കാർഡ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്.